ആദ്യം തന്നെ നമ്മളൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് കടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ നിയമനമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ തന്നെ എ ഗ്രൂപ്പിലും ഐ ഗ്രൂപ്പിലും വലിയ അസംതൃപ്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു ഐ ഗ്രൂപ്പ്. അബിൻ വർക്കിയെ ഒഴിവാക്കിയത് നീതികേടെന്ന് രാഹുൽ ഗാന്ധിക്ക് പരാതി. സംഘടനാ തിരഞ്ഞെടുപ്പിനെ നോക്കുകുത്തിയെന്ന് പരാതിയിൽ പറയുന്നു. തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതിനാൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന് നേതാക്കൾക്കിടയിൽ ധാരണ. രമേശ് ചെന്നിത്തല നേതാക്കളുമായി കൂടിയാലോചന നടത്തി. റോഷിപാലും ടി വി പ്രസാദും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഗുഡ് മോർണിംഗ്. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. റോഷി, രമേശ് ചെന്നിത്തല നേതാക്കളുമായിട്ട്, ഐ ഗ്രൂപ്പിലെ തന്നെ നേതാക്കളുമായിട്ടും ചെറുപ്പക്കാരുമായിട്ട് ചർച്ച നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ആ അസംതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചോ രേഖാമൂലം? അരുൺകുമാർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ നിയമനത്തിലെ അസംതൃപ്തി എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും അത് ദേശീയ നേതൃത്വത്തെ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇത് സംബന്ധിച്ച പരാതി നൽകാനുള്ള തീരുമാനമാണ് ഐ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്. കാരണം അബിൻ വർക്കി സംസ്ഥാന അധ്യക്ഷനാവുമെന്ന കണക്കുകൂട്ടലായിരുന്നു ദേശീയ നേതൃത്വം, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ എന്തുകൊണ്ട് അബിൻ വർക്കിയെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കണം എന്ന കാര്യം കൃത്യമായി അവിടെ അവതരിപ്പിച്ചതാണ്. അത് അംഗീകരിച്ചില്ല. അതിലുള്ള കടുത്ത അമർഷമാണ് അത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് പരസ്യ പ്രതികരണം വേണ്ടെന്ന ഒരു ധാരണ നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാനിരിക്കുകയാണ്. അതിനിടയിൽ ഒരു പരസ്യ പ്രതികരണം നടന്നാൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ്. അതുകൊണ്ട് പരസ്യ പ്രതികരണമില്ല. പാർട്ടി വേദികളിൽ തങ്ങളുടെ നിലപാട് കടുപ്പിക്കും. ഒപ്പം ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിനു മുന്നിലും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനു മുമ്പിലും ഈ പരാതി കൃത്യമായി അവതരിപ്പിക്കാനുള്ള തീരുമാനം തന്നെയാണ്. കാരണം സംസ്ഥാന അധ്യക്ഷനാക്കിയില്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റായെങ്കിലും അബിൻ വർക്കിയെ പരിഗണിക്കേണ്ടതായിരുന്നു എന്ന ഒരു നിലപാട് തന്നെയാണ് ഐ ഗ്രൂപ്പിനുള്ളത്. കാരണം ദേശീയ സെക്രട്ടറി ആക്കുമ്പോൾ അത് താരതമ്യേന ആ പദവിക്ക് വലിയ അംഗീകാരമില്ല എന്ന വിലയിരുത്തലാണ്. മാത്രവുമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും അബിൻ വർക്കിയെ മാറ്റാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ എന്ന് പോലും ഐ ഗ്രൂപ്പ് സംശയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അത് ഗൗരവമായി തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തിക്കാനുള്ള തീരുമാനമെടുത്തത്. എന്തായാലും രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനമായിരിക്കും നിർണായകമാവുക. നിലവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു നിലപാട്, ഒരാവശ്യം അത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് അബിൻ വർക്കിയും അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ വിഷയത്തോട് സണ്ണി ജോസഫ് ഇന്നലെ തന്നെ KPCC പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ പ്രതികരിച്ചത് കേരളത്തിൽ നിന്നും ദേശീയതലത്തിൽ പ്രവർത്തിക്കാമല്ലോ എന്നുള്ളതാണ്. ദേശീയതലത്തിലുള്ള വർക്കിംഗ് വേണം കേരളത്തിൽ നിന്ന് എന്നുള്ളതാണ്. പക്ഷെ വർക്കിംഗ് പ്രസിഡന്റ് പോലും അബിൻ വർക്കിയെ ആക്കാത്തതിൽ വലിയ വിയോജിപ്പ് ഐ ഗ്രൂപ്പിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.